ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർഗ്ഗങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 5 ആണ്. അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം എന്താ പഠിച്ചത്? ഏതൊരു സംഖ്യ ചോദിച്ചാലും അതിൻ്റെ വർഗ്ഗം എങ്ങനെ, സ്ക്വയർ എങ്ങനെ കാണാമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഡെസിമൽ നമ്പേഴ്സ്, അതായത് പോയിൻ്റ് നമ്പേഴ്സ് വന്നാൽ നമ്മൾ ദശാംശ സംഖ്യകളുടെ വർഗ്ഗങ്ങളും കാണാനും പഠിച്ചു. ഇനി അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? 2.3ൻ്റെ സ്ക്വയറാണ്. ഇപ്പോൾ 2.3ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? 2 പോയിൻ്റ് ആയതുകൊണ്ട് 2 സ്ക്വയർ ഫസ്റ്റ് എഴുതണം. പിന്നെ അതേ 2 ഇൻറ്റു, പിന്നെ രണ്ടാമത്തെ ടേം ഏതാണ്? 0.3 ഇൻറ്റു, പിന്നെ നമുക്കൊരു 2 ഉണ്ട്, 2 പ്ലസ് 0.3ൻ്റെ സ്ക്വയർ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 2 ഇൻറ്റു 0.3 എത്രയാണ്? 3 2 ഗുണിക്കുക ആദ്യം, അപ്പോൾ 6 കിട്ടും. പിന്നെ പോയിൻ്റ് ഇടുക, 6ൽ ഒരു സ്ഥാനം മാറ്റി കുത്തിടണം, അപ്പോൾ 0.6 ഇൻറ്റു 2 ഇല്ല ഇവിടെ, 2 ഇത് 6 ഉണ്ട്, 12 കിട്ടും. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 1.2. അപ്പോൾ 1.2 പ്ലസ് 0.3 സ്ക്വയർ ആകുമ്പോൾ എന്ത് ചെയ്യും? 0.3 സ്ക്വയർ ആകുമ്പോൾ 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 0.9 ആയിരിക്കും. ഇങ്ങനെ 0.3 ഇൻറ്റു 0.3 എത്ര കിട്ടി? 0.9 കിട്ടി. 0.9 9 കിട്ടി. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ സ്ഥാനം മാറ്റമില്ലാത്തതുകൊണ്ട് 0 ഇട്ടിട്ട് സ്ഥാനം മാറ്റുക. സ്ഥാനം മാറ്റമില്ലെങ്കിൽ 0 ഇടാം. ഇനി ഇതൊന്ന് കൂട്ടി നോക്കിയാലോ? നമുക്ക് ഇവിടെ കൂട്ടി നോക്കാം. 4 പ്ലസ് 1.2 പ്ലസ് 0.09 9 2 4 1 5. അപ്പോൾ നമ്മൾ ഉത്തരം എത്ര കിട്ടിയത്? 5.29 ആണ് എന്തിൻ്റെ സ്ക്വയർ കിട്ടിയത്? 2.3ൻ്റെ സ്ക്വയർ ഇത്ര കിട്ടി? 5.29. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എത്ര? 8.7 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാം. അതിൻ്റെ മുന്നേ അത് വായിക്കാം. അപ്പോൾ നമുക്കിത് വായിക്കാം, എന്നിട്ട് അടുത്ത 8.7 ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിലെ കാൽക്കുലേഷൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തെറ്റാതെ എക്സാമിന് വന്നാലും ചെയ്യാൻ പറ്റും. ഇത് വളരെ ചെറിയ ചാപ്റ്ററുമാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ്? 8.7. അപ്പോൾ അത് ചെയ്ത് നോക്കിയാലോ? ഇപ്പം 8.7ൻ്റെ സ്ക്വയർ 8.7ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 8 സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു 0.7 ഇൻറ്റു 2 പ്ലസ് 0.7ൻ്റെ സ്ക്വയർ. അപ്പോൾ 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 പ്ലസ് 8 7 56. ഒരു സ്ഥാനം മാറ്റി കുത്തിത്താൽ 5.6 ഇൻറ്റു 2. 5.6 ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 5.6 ഇൻറ്റു 2 6 2 12 5 8 10 11 11.2 പ്ലസ് 0.7 ഇൻറ്റു 0.7 എത്രയാണ്? 7 ഇൻറ്റു 7 49 അല്ലേ? 49 7 7. എന്നിട്ട് 2 സ്ഥാനം മാറ്റി കൊടുത്തിട്ട് 0.49 അല്ല 0.49. ഇനി എന്ത് ചെയ്യുക? സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് കൂട്ടി വെക്കാം. എങ്ങനെയാണ്? 64 പ്ലസ് 11.2 പ്ലസ് 0.49 9 4 5 6 0.41 5 6 1 7. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 75.69 75.69 ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ 10.1 ആണ്. അപ്പോൾ 10.1 സ്ക്വയർ കാണാനാണുള്ളത്. അപ്പോൾ ആദ്യ ടേമായ 10 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു രണ്ടാമത്തെ ടേം 0.1 അല്ലേ, 10.1 ആയതുകൊണ്ട് 0.1 ഇൻറ്റു 2 പ്ലസ് 0.1 സ്ക്വയർ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 10 ഇൻറ്റു 1, 10 ഇൻറ്റു 1 10 തന്നെയല്ലേ, ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 10 ഒരു സ്ഥാനം മാറ്റി 1, 1 ഇൻറ്റു 2 2, പിന്നെ 2 ഇട്ട് ഗുണിച്ചാൽ 1 ഇൻറ്റു 2 2 പ്ലസ് 0.1ൻ്റെ സ്ക്വയർ എത്രയാണ് 0.01, 0.1 ഇൻറ്റു 0.1 1 തന്നെയാണ്. അപ്പോൾ 2 സ്ഥാനം മാറ്റാണ്ടാവും. 0.1 ഇൻറ്റു 0.1 വരുമ്പോൾ 2 സ്ഥാനം മാറ്റാല്ലേ, അതുകൊണ്ടാണ് നമുക്ക് 0.01 2 സ്ഥാനം മാറ്റിയത് കേട്ടോ. ഇനി അത് കൂട്ടി വെക്കാം. 102, 102 102 അല്ലേ, 102 പ്ലസ് 0.01, അപ്പം 102.01, 102.01 ഉത്തരം കിട്ടി. സിമ്പിളായിട്ട് കിട്ടിയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 12.5. അപ്പം നമ്മുടെ ക്വസ്റ്റ്യന് 12.5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യം എന്താ വേണ്ടത്, 12 സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു രണ്ടാമത്തെ ടേം 0.5, 12 കഴിഞ്ഞിട്ട് 0.5 അല്ലേ, 12.5 എന്ന് പറയുമ്പോൾ 0.5 ഇൻറ്റു 2 പ്ലസ് 0.5ൻ്റെ സ്ക്വയർ. അപ്പോൾ 12ൻ്റെ സ്ക്വയർ അറിയാത്തവരെങ്ങനെ കാണണം, 12ൻ്റെ സ്ക്വയർ നമ്മൾ മുന്നേ പഠിച്ചു, 10 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 2ൻ്റെ സ്ക്വയർ. ഇത് മുന്നേ പഠിച്ചത് നമ്മൾ ഏത് വർഗ്ഗം കാണാൻ. 100 പ്ലസ് 10 2 20, 10 2 20, 20 2 40, 40 പ്ലസ് 4, 2ൻ്റെ സ്ക്വയർ 4. അപ്പം 100 പ്ലസ് 40 140, 144. ആ 144. അപ്പോൾ ഇവിടെ അപ്പോൾ എന്ത് ചെയ്യും, 12 സ്ക്വയർ അല്ലത്. അപ്പോൾ 144 പ്ലസ് ഇനി 12 ഇൻറ്റു 0.5, 12 ഇൻറ്റു 0.5 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്ന അറിയോ, 12 ഇൻറ്റു 5 ചെയ്താൽ 60 കിട്ടും. ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 6 കിട്ടും. പിന്നെ 6 ഇൻറ്റു 2 12, വീണ്ടും 2 ആയിട്ട് ഗുണിക്കാല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12 കിട്ടും. പ്ലസ് എന്താണ് 0.5ൻ്റെ സ്ക്വയർ 0.25, ഇവിടെ 0.5 അല്ലേ, 0.5ൻ്റെ സ്ക്വയർ 0.25. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയാലോ, കൂട്ടുമ്പോൾ 144 പ്ലസ് 12 പ്ലസ് 12 പ്ലസ് 0.25. അപ്പോൾ 25 4 5 6 4 1 5 156.25. ഇതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അതായത് 15.7ൻ്റെ സ്ക്വയർ. അതല്ലേ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15.7ൻ്റെ സ്ക്വയർ ആണ്. ഇത് മായ്ക്കാം. അതുകൂടി ചെയ്താൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ 2 കാര്യം എന്തായാലും പഠിച്ചിരിക്കും. ഒന്ന് എന്താണ്, ഏത് നമ്പറിൻ്റെ സ്ക്വയർ കാണാനുണ്ട്, മറ്റേ കാര്യം എന്താണ്, നമ്മുടെ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ. അപ്പോൾ ഇത് 2 നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് എക്സാം സിമ്പിളായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 15.7 സ്ക്വയർ. 15.7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ പ്ലസ് 15 ഇൻറ്റു 0.7 അല്ലേ പിന്നുള്ളത്, 0.7 ഇൻറ്റു 2 പ്ലസ് 0.7 സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ 225. അറിയാത്തവർ 15ൻ്റെ സ്ക്വയർ എങ്ങനെ ചെയ്യാം, 15ൻ്റെ സ്ക്വയർ കാണാൻ എങ്ങനെ ചെയ്യാം, നേരത്തെ ചെയ്തില്ലേ, 10 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു
5 ഇൻറ്റു 2 പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ 100 പ്ലസ് 15 50 52 100 പ്ലസ് 25 അങ്ങനെ 225 പ്ലസ് 225 കിട്ടും. അപ്പോൾ ഇതങ്ങനെ കാണുക. പ്ലസ് 15 ഇൻറ്റു 7 ഇൻറ്റു 2. അപ്പോൾ 15 2 30 അല്ലേ? 30 ഇൻറ്റു 0.7. അപ്പോൾ അതിന് 30-നെ 7 ആയിട്ട് ഗുണിച്ച് നോക്കിയാൽ സൈഡിൽ നിങ്ങൾ ഗുണിച്ചാൽ മതി കേട്ടോ. 1 7 2 14 3 7 210 കിട്ടും. പിന്നെ ഒരു സ്ഥാനമല്ലേ 0.7 മാറ്റിയിട്ട് 21 കിട്ടും. അപ്പോൾ 21 പ്ലസ് 0.49 എത്ര? 0.7. 7 ഇൻറ്റു 7 49 ആണ്. 2 സ്ഥാനം മാറ്റിയിടാണ്ടതുകൊണ്ട് 0.49. അത് മനസ്സിലായില്ലേ? 0.7 ഇൻറ്റു അതെങ്ങനെയാണ് വന്നത്? 0.7 ഇൻറ്റു 0.7 എന്താണ്? 7 ഇൻറ്റു 7 49. 2 സ്ഥാനം മാറ്റി കിട്ടുക 0.49. നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂട്ടിയാലോ? ഇതെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് 225 പ്ലസ് 21 പ്ലസ് 0.49. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പോയിൻ്റൊക്കെ ഒരേ സ്ഥലത്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ്. 4 പ്ലസ് 5 1 6 2 2 4 2 246.49. 246.49 ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. എല്ലാവരും എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? വീണ്ടും ചെയ്ത് നോക്കുക. തെറ്റാതെ ഉത്തരം കിട്ടുന്നത് വരെ. പിന്നെ അതേപോലെ തന്നെ ഗുണനപ്പട്ടിക ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കാൽക്കുലേഷൻസ് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.